നമസ്കാരം. തേവര അർബൻ സഹകരണ സംഘം, കൊച്ചി നഗരസഭാ മേയർ, ഡെപ്യൂട്ടി മേയർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കൗൺസിലർമാർ എന്നിവർക്ക് സ്വീകരണം നൽകി. തേവര അർബൻ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് VK ബിനിമോൾ, ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി പൈനുതറ, സംഘം പ്രവർത്തന പരിധിയിലെ കൗൺസിലർമാരായ KX ഫ്രാൻസിസ്, അഭിഷേക് KS, ജിസൽ ജോർജ്, ശശികല, എലിസബത്ത് ടീച്ചർ എന്നിവർക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണം നൽകി. മേയറായി ചുമതലയേറ്റെടുത്തതിന് ശേഷം എന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കൊന്തുരുത്തി പുഴ നിവാസികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അത് പൂർത്തീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടും മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടും വേറെന്ന രീതിയിൽ അതിനെ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ചാർജ് എടുത്തിട്ട് 26-ാം തീയതി വരുമ്പോൾ ഞങ്ങൾ മേയർ എന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിട്ട് ഒരു മാസമേ ആവുമ്പോൾ 26-ാം തീയതി വന്നപ്പോൾ, പക്ഷേ ആ ചെറിയ കാലയളവിൽ തന്നെ 3 പ്രാവശ്യം ഞാൻ തിരുവനന്തപുരത്ത് പോയത് ഈ കോതുരുത്തി പുഴ നിവാസികളുടെ പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സംഘത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം എറണാകുളം MLA TJ വിനോദ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരോട് പുതിയ പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞ് 20 പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞ ഒരു പ്രപ്പോസൽ തേവര കോളേജ് തേവര ട്രാഫിക് ബ്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള എലിവേറ്റഡ് ഹൈവേയുടെ പ്രപ്പോസൽ. അപ്പം അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു സാമ്പത്തിക സഹായം ലഭ്യമാകാതെ നമുക്ക് പ്രത്യേകിച്ച് അത് ഈ നഗരസഭയെ കൊണ്ട് മറ്റ് ഇതര ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതിന് കൂട്ടായ ഒരു ശ്രമം നടത്താമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം നേടിയ കൊച്ചി നഗരസഭ ഭരണസമിതിയെ ആദരിക്കുക എന്നുള്ള ഒരു തീരുമാനം സംഘം ഭരണസമിതി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. കാരണം സംഘത്തിന്റെ പ്രവർത്തന പരിധിയിൽ 6 ഡിവിഷൻ സംഘത്തിന്റെ പ്രവർത്തന പരിധിയിലാണ്. ഓരോ ഡിവിഷന്റെ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ 6 ഡിവിഷനിൽ വരുന്ന കൗൺസിലർമാരും അതോടൊപ്പം തന്നെ പുതിയ തെരഞ്ഞെടുക്കപ്പെടുന്ന മേയറും ഡെപ്യൂട്ടി മേയറും അടങ്ങുന്ന ആ ഒരു ഭരണസമിതിയെ നമ്മൾ ആദരിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ മേഖലയും എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. സംഘം സെക്രട്ടറി ഏമ N റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘം ഭരണസമിതി അംഗങ്ങളായ ജോയ്സ് മാത്യു ഇലകന്തറ, ജെയിംസ് പീറ്റേഴ്സ്, ജിതിൻ ജോസഫ്, B പ്രസന്നകുമാർ, വത്സരാജ്, ക്രിയസി ആന്റണി, താര ജോസി, വിനീത് ഖനീഷ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സംഘം വൈസ് പ്രസിഡന്റ് ആന്റണി ജസ്റ്റിൻ സ്വാഗതവും N ചന്ദ്രകാന്ത് നന്ദിയും പ്രകാശിപ്പിച്ചു. തേവര അർബൻ സഹകരണ സംഘം 1984 ആരംഭിച്ച് പ്രവർത്തനം തുടരുകയാണ്. നാളിതുവരെ വായ്പാ വിതരണ രംഗത്തും നിക്ഷേപ രംഗത്തുമാണ് സംഘം കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നതെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി 2024 അധികാരമേറ്റ പുതിയ ഭരണസമിതി പുതിയ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും താഴേക്കിടയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ സഹകരണ പ്രസ്ഥാനത്തിന് കേരളത്തിൻ്റെ വികസനത്തിലും കേരള ജനതയുടെ പുരോഗമനാത്മകമായ പ്രവർത്തനങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഭരണസമിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1.5 വർഷമായി തേവര അർബൻ സഹകരണ സംഘം നിരവധി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംഘത്തിൻ്റെ പ്രവർത്തന വർക്കിംഗ് ക്യാപിറ്റൽ ഏകദേശം 150 കോടിയോളം ഉയർന്നിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ തേവര അർബൻ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തന പരിധിയിലുള്ള വിജയിച്ച കൊച്ചി നഗരസഭാ കൗൺസിലർമാർക്കും പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മേയർ, ഡെപ്യൂട്ടി മേയർ, ക്ഷേമകാര്യ സമിതി ചെയർമാൻ എന്നിവർക്കും ഒരു സ്വീകരണം നൽകിയാണ്. ഇന്ന് സ്വീകരണം നൽകപ്പെടുന്നവരിൽ വളരെ അഭിമാനത്തോടുകൂടി പറയട്ടെ, സംഘത്തിന്റെ ഭരണസമിതിയിലുള്ള
ഒരു ഭരണസമിതി അംഗം ശ്രീ അഭിഷേക് KS ഉൾപ്പെടെയാണ് നമ്മളിത് സ്വീകരണം കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഇരട്ട വിജയം എന്ന് വേണം പറയാം. സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി വിജയിച്ച ഒരാളാണ് ശ്രീ KS അഭിഷേക്. അതുപോലെ തന്നെയാണ് സംഘത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം സംഘാംഗങ്ങൾ കൊച്ചി നഗരസഭാ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. ശ്രീ KX ഫ്രാൻസിസ്, ശ്രീ ആന്റണി പൈനിതറ, ശ്രീമതി എലിസബത്ത് ടീച്ചർ, ശ്രീ KS അഭിഷേക്, കൂടാതെ സംഘത്തിന്റെ പ്രവർത്തന പരിധിയിൽ നിന്ന് വിജയിച്ച ജീസൺ ജോർജ്, അതേപോലെ തന്നെ രവിപുരം ഡിവിഷനിൽ നിന്ന് വിജയിച്ച ശ്രീമതി ശശികല, ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ ഒരു മുതൽക്കൂട്ടായിട്ട് ഞങ്ങൾ കരുതുന്നു. അവരുമായിട്ട് സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകുവാനാണ് സംഘത്തിന്റെ തീരുമാനം. ഈ സ്വീകരണം നൽകുന്നതിന് ഒരു പ്രത്യേക കാര്യങ്ങളും കൂടിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും താഴേക്കിടയിൽ ജനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന നഗരസഭയും സഹകരണ സംഘവും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരാവശ്യകത നിലനിൽക്കുന്നു. തേവരയുടെ വികസനത്തിന് വേണ്ടി പണ്ഡിറ്റ് കർപ്പൻ റോഡിന്റെ ശോച്യാവസ്ഥ അല്ലെങ്കിൽ അതിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, തേവര മാർക്കറ്റിന്റെ വികസനത്തിന് വേണ്ടി ഈ പറയുന്ന പ്രവർത്തന പരിധിയിലെ മുഴുവൻ ഡിവിഷനുകളും ഒരുമിച്ച് വികസിപ്പിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്വീകരണ സമ്മേളനത്തിൽ വെച്ച് നമ്മൾ അത് ഒരു നിവേദനവും കൊടുക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ സ്വീകരണ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷേമകാര്യ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എല്ലാം കൂട്ടായി നടത്തുന്നതിന് വേണ്ടി സംഘത്തിന്റെ ഭരണസമിതി എപ്പോഴും നഗരസഭയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്.